ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദിവാനഗിരിയോട് നമുക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി S25 കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ OnePlus 13 ആയിട്ടാണ്. ഇറ്റ്സ് ഗോണ ബി എ റിയലി ക്വിക്ക് കമ്പാരിസൺ. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 6.2 ഇഞ്ചസ് ആണ് നമ്മുടെ ഗാലക്സി S25 വരുന്നത്. ഹൈലി കോമ്പാരിറ്റീവ് ഉണ്ടോ 6.2 ഇഞ്ചസ് വേഴ്സസ് 6.82 ഇഞ്ചസ് ആണ് നമ്മുടെ OnePlus 13 വരുന്നത്. ഓൾമോസ്റ്റ് ക്ലോസ് ടു S25 പ്ലസിൻ്റെ സൈസ് വരുന്നുണ്ട് നമ്മുടെ OnePlus 13 സൈസ് വരുമ്പോൾ. ഡിസ്പ്ലേ സെറ്റിംഗ്സിന് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റിംഗ്സ് ആൻഡ് ഡിസ്പ്ലേ നമുക്ക് നോർമലായിട്ട് കണ്ടുവരുന്ന ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡിൻ്റെ സെറ്റിംഗ്സ് ആൻഡ് ദെൻ നമ്മുടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ടേൺ ഓഫ് ചെയ്യാം. എക്സ്ട്രാ ബ്രൈറ്റ്നസ് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ സ്മൂത്ത്നെസ്, ദാറ്റ് മീൻസ് 120 ഹെർട്സ് ആണ് നമ്മുടെ ഇത്. LTPO ഡിസ്പ്ലേ കാരണം 1 to 120 വരും. ആൻഡ് ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് 60 ഹെർട്സ്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ മോഡ് വിവിഡാണ്, നമ്മുടെ സാച്ചുറേറ്റഡ് കളേഴ്സ് വരുന്നത്. പിന്നെ നാച്ചുറലും ഉണ്ട്. ആൻഡ് ദെൻ ഓക്കെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് വീഡിയോ ബൂസ്റ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ അഡ്വാൻസ് ഫീച്ചേഴ്സിനകത്ത്. വീഡിയോ ബ്രൈറ്റ്നസ് അത് ഞാൻ ബ്രൈറ്റ് ആക്കാം. സോ മാക്സിമം സെറ്റിംഗ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആൻഡ് മീൻ വൈൽ ഇതിൻ്റെ സെറ്റിംഗ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ജസ്റ്റ് ക്വിക്കായിട്ട് ഞാൻ ജസ്റ്റ് മാറ്റി പോവാണ്. സോ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫാക്കി മാക്സിമം ബ്രൈറ്റ്നസ് ഇട്ടിട്ടുണ്ട്. ആൻഡ് സ്ക്രീൻ കളർ മോഡ് ഞാൻ വിവിഡ് ആക്കിയിട്ടുണ്ട് മാക്സിമം ആക്കാൻ വേണ്ടി. ആൻഡ് ദെൻ അഡാപ്റ്റീവ് ഇതിൻ്റെ ഐ കംഫോർട്ട് ഷീൽഡും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കുവാണ്. ആൻഡ് ഇമേജ് ഷാർപ്പർ എന്നൊരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. വീഡിയോ കളർ ബൂസ്റ്റ് അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഞാൻ ഹൈ. സ്ക്രീൻ റെസൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് രണ്ട് ഡിഫറൻസസ് ഉള്ളത്. ആക്ച്വലി S25 ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള കമ്പാരിസൺ കിട്ടിയാണ്. ബിക്കോസ് ആക്ച്വലി നമ്മുടെ ഗാലക്സി S25 വരുമ്പോൾ 1080x2340 പിക്സൽസ് മാത്രമേ വരുന്നുള്ളൂ. വേഴ്സസ് നമ്മുടെ OnePlus 13 വരുമ്പോൾ കണ്ടോ 3168x1440. അവിടെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് വരുന്നത് OnePlus 13. പിന്നെ അഡാപ്റ്റീവ് ഡീറ്റെയിൽസ് എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഓട്ടോ സെലക്ട് ആൻഡ് ഞാനിപ്പോൾ ഹൈ ഇട്ടേക്കാം തൽക്കാലത്തേക്ക് വേണ്ടി. സോ മാക്സിമം സെറ്റിംഗ്സ് ആണ് ഇപ്പോൾ രണ്ടുപേരും കിടക്കുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ കമ്പയർ ചെയ്യാം. OnePlus 13 വേഴ്സസ് നമ്മുടെ ഗാലക്സി S25 രണ്ടും നെക്കിൻ നെക്ക് ഇട്ട്. ആക്ച്വലി സ്പെക്കിനകത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഇവർ. പക്ഷേ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നെക്കിൻ നെക്ക്. കളേഴ്സ്, ബ്രൈറ്റ്നസ് ലെവൽസ്, ഈവൻ ദ വിവിഡ്നെസ് വരെ ഒറ്റ ഗ്ലാൻസ് നോക്കിയിട്ട് സെയിം ടു സെയിം ആണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ നോക്കിയിട്ട് ഒറ്റയടിക്ക് സെയിം ടു സെയിം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഭയങ്കര ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ ഈ ഗ്രീൻ ഉണ്ടല്ലോ ഇച്ചിരിയും കൂടെ ഷാർപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സിനാരിയോ രണ്ടും സെയിം ടു സെയിം ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിഫറൻസ് വെച്ചാൽ 416 PPI വരുന്നുള്ളൂ നമ്മുടെ ഗാലക്സി S25. ഇവിടെ നമുക്ക് വരുന്നത് വെച്ചാൽ 510 PPI വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ ആ ടോൺസും കാര്യങ്ങളും ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ, സെയിം ടു സെയിം ആണോ? ഓക്കെ. എനിവേസ് യു ഗൈസ് ആർ ജഡ്ജ്. എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ഡിഫറൻസ് ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഇങ്ങനെ കണ്ടോ രണ്ടും നെക്കിൻ നെക്ക്. ഇൻട്രസ്റ്റിംഗ്, റിയലി ഇൻട്രസ്റ്റിംഗ്. കാരണം ഒരു FHD+ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഇതിനെ പിടിക്കണമെന്ന് ഓർക്കണം OnePlus 13. സ്റ്റിൽ ഐ വുഡ് സേ ഓക്കെ. ഇനി ചില ഒരു നെക്സ്റ്റ് RGB കളേഴ്സ് എടുത്ത് കാണിക്കണം ചില ഷോട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ റെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു വെരി മൈനർ ബൂസ്റ്റ്. അതേപോലെ എന്ത് ഗ്രീനൊക്കെ ഉണ്ടോ, ഈ ചെറിയൊരു കളറിൻ്റെ ബൂസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ OnePlus 13. ആ ഒരു വ്യത്യാസം ഒഴിച്ചാൽ രണ്ടും നെക്കിൻ നെക്ക്. ആ ഒരു ചെറിയ ഇതുകൊണ്ട് ഈ സിനാരിയോ സെയിം ടു സെയിമാണ്. ചില RGB കളേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയ ബൂസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് രണ്ടും നെക്കിൻ നെക്ക്. ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം. 6.2 ഇഞ്ചസ്. ഇവിടെ ബെസലൊക്കെ കണ്ടത് ഭയങ്കര ചെറിയ ചിഹ്നം ഉണ്ടോ, യു ക്യാൻ സി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്ട്രീം ക്ലോസപ്പ് കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് OnePlus 13 ക്ലോസപ്പ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ OnePlus 13. ആൻഡ് ഇതിൻ്റെ ചിഹ്നം ഉണ്ടോ അതെ. ഓക്കെ, S25 റിയലി നൈസ് ജോബ്. ബിക്കോസ് ഈ ഒരു FHD+ ഡിസ്പ്ലേ വെച്ചിട്ട് റിയലി നൈസ് ജോബ്. നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ആണ്. സോ സ്റ്റാർട്ടിങ് ഓഫ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആൻഡ് ലെറ്റ്സ് സീ ദ ഓപ്ഷൻസ്. ആൻഡ് യു ക്യാൻ സീ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്. ഒബ്വിയസ്ലി നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. സോ ഞാൻ ടേൺ ഓൺ ദ ഡോൾബി അറ്റ്മോസ്. ഞാൻ മ്യൂസിക് ഇടാം. സോ ഡോൾബി അറ്റ്മോസ് ഓഫ് ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ വോളിയത്തിൻ്റെ അല്ലെങ്കിൽ ഇച്ചിരി എക്സ്ട്രാ ഉണ്ട്. സോ എനിക്ക് രണ്ട് രീതിയിലും ടെസ്റ്റ് ചെയ്യേണ്ടി വരേണ്ടതാണ്. ഓക്കെ, ലെറ്റ് മീ എനിവേസ് ചെക്ക്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ സൗണ്ട് എഫക്ട് സെറ്റിങ്സിനകത്ത് മ്യൂസിക്കാണ് ഇട്ടേക്കണേ. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മുടെ ഹാപ്റ്റിക്സിൻ്റെ ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ മോഡറാണ്. അത്യാവശ്യം നല്ല ക്രിസ്പായിട്ടുള്ള വന്ന സാധനം കേട്ടോ. ഗാലക്സി S25 ഹാപ്റ്റിക് മോഡർ അത് അടിപൊളിയാണ്. സോ നമ്മുടെ ഗാലക്സി S25 സ്റ്റാർട്ട് ചെയ്യാം.
104 ട്ടോ. വോളിയത്തിൻ്റെ അതിൽ ഇച്ചിരി കുറവാണ്, പക്ഷേ അത് ഡോൾബി അറ്റ്മോസ് ഓൺ ആക്കിക്കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ് മീ കമ്പയർ ദ ഓക്കെ 106 വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ജസ്റ്റ് രണ്ടിൻ്റെ ഒന്ന് ക്ലോസ് അപ്പ് കേൾപ്പിച്ചു തരാം. ഓക്കെ, സോ Galaxy S25 OnePlus 13 ഒബ്വിയസ്ലി ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിൽ OnePlus 13 തന്നെയാണ് ഒരു മൈനർ എഡ്ജ് ഉള്ളത്. ഡോൾബി അറ്റ്മോസ് ഓഫ് ആക്കി ഒരു ടെസ്റ്റ് ചെയ്യാം. സോ സൗണ്ട് ക്വാളിറ്റി ആൻഡ് എഫക്ട്സ്, ഡോൾബി അറ്റ്മോസ് ഓഫ്, ആൻഡ് let's go back and play again. I think OnePlus ആണ് ഇത്തിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. വൺസ് അഗെയിൻ ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് ഓണും ഓഫും ചെയ്ത് നോക്കിയിട്ട് വലിയ ഡിഫറൻസ് ആ വോളിയത്തിലൊന്നും അത്ര പ്രതീക്ഷ അത്ര ഒരു അപ്സ്കെയിൽ വന്നില്ല. ബട്ട് സ്റ്റിൽ കൊള്ളായിരുന്നു. OnePlus 13 ആയിട്ട് കമ്പയർ ചെയ്ത് ഇച്ചിരി വോക്കൽസ് കുറച്ചുകൂടി നന്നായിട്ട് OnePlus 13 തോന്നി, ഇച്ചിരി ബേസ് ടോൺസ് നന്നായിട്ട് OnePlus 13 തോന്നി, ഇച്ചിരി വോളിയം നന്നായിട്ട് OnePlus 13 തോന്നി. ഇതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ദ ഓഡിയോ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു എന്താണ് സെറ്റായിട്ട് ആ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഓണും ഓഫും ആക്കിയിട്ടും ആ ഒരു ക്വാളിറ്റി, ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ചെറിയ എലമെൻസിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതൊക്കെ നല്ല ഇപ്പോഴും നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇത്തിരി ലൈറ്റ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് OnePlus 13 ആണ്. നിങ്ങളാണ് ജഡ്ജ് വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് ദിസ്. സോ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ക്യാമറയുടെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ 50 MB മെയിൻ ക്യാമറ, രണ്ടും വിത്ത് OIS. ദെൻ ഒരു 10 MB ടെലിഫോട്ടോയാണ് നമുക്കിത് നമ്മുടെ S25 വരുന്നത് വേഴ്സസ് 50 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ വരുന്നുണ്ട് നമ്മുടെ OnePlus 13. ആൻഡ് തേർഡ് നമുക്ക് വരുന്ന ഒരു 12 MB അൾട്രാവൈഡ് ആണ് വേഴ്സസ് ഒരു 50 MB അൾട്രാവൈഡ് വരുന്നുണ്ട് നമ്മുടെ OnePlus 13. സോ അവിടെ ഒരു സ്പെക്സിൻ്റെ കാര്യത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മുടെ OnePlus 13 റിയർ ക്യാമറ. ആൻഡ് ദെൻ ഓൺ കമ്മിങ് ടു ദ ഫ്രണ്ട് 12 MB സെൽഫി ക്യാമറ വേഴ്സസ് 32 MB. പക്ഷേ ഈ MP മാത്രം കാര്യമില്ല, കാരണം ഇതിൻ്റെ ഔട്ട് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ജസ്റ്റ് 12 MB അടിപൊളിയായിട്ട് സാംസങ് ചെയ്യുകയാണ്. സോ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ചെയ്ത് മാത്രമാണ് നമുക്കിതിൻ്റെ ഫൈനൽ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിഷ്യൽ സ്പെക്സ് വെച്ച് മാത്രം, ജസ്റ്റ് ഓൺ പേപ്പർ സ്പെക്സ് വെച്ചിട്ട് ഒബ്വിയസ്ലി സ്പെക്സ് കൂടുതൽ നമ്മുടെ OnePlus 13 ആണ്. ക്വിക്കായിട്ട് നമുക്ക് ക്യാമറ UI കൂടെ നോക്കാം. പുതിയ അപ്ഡേറ്റഡ് UI ആണ് കേട്ടോ. സോ ഞാൻ പ്രീവിയസ്ലി നമ്മുടെ S24 കേട്ടോ, ഇതാണ് S24 UI. അതിന് മൊത്തം മാറ്റിയിട്ട് താഴെയാണ് കേട്ടോ ഈ പോർട്രേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മേളിലുണ്ട സാധനം എല്ലാം ഇപ്പോൾ ഉണ്ടോ, മേളിൽ ഇവിടെ കുറേ സംഭവം ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. ഈ ഐക്കണിൽ തൊട്ട് കഴിയുമ്പോൾ ഉണ്ടോ ആ സെയിം സാധനങ്ങളെല്ലാം ഇവിടെ വരും. കുറച്ചും കൂടി ഈസി ആക്സസ് ആണെന്ന് തോന്നുന്നു. 1 ഹാൻഡ് യൂസേജ് ഉണ്ടോ, വൺ UI എന്ന് പറയുന്നത് 1 ഹാൻഡ് യൂസ് ചെയ്യാനല്ലോ. പിന്നെ എല്ലാം മറ്റേത് ഇച്ചിരി ഇതേ ഉണ്ടോ ഇങ്ങനെ കൈ അഡ്ജസ്റ്റ് ചെയ്ത് ആണ് വരത്തുള്ളൂ. സോ അതൊരു അടിപൊളിയായിട്ടുണ്ട്. സോ താഴെ നമുക്ക് പോർട്രേറ്റ് മോഡ് അത് 1x 2x 3x എടുക്കാം. ആൻഡ് പോർട്രേറ്റ് മോഡ് 5x ഓക്കെ അത് കൊള്ളാം. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഇവിടെ നമ്മുടെ ബ്ലർ, സ്റ്റുഡിയോ, ഹൈ കീ മോണോ, ലോ കീ മോണോ, ബാക്ക് ഡ്രോപ്പ്, കളർ പോയിന്റ്, അങ്ങനത്തെ ഓപ്ഷൻസ്, എഫക്റ്റ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. ആൻഡ് ദെൻ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് 0.6x മുതൽ 1x 2x 3x 10x 20x 30x ഓക്കെ 30x വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഈ 12 MB ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 MB സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആൻഡ് നമ്മുടെ ലൈവ് ഫോട്ടോ, ദാറ്റ് മീൻസ് മോഷൻ ഫോട്ടോയുടെ ഓപ്ഷൻ. ആൻഡ് കുറേ ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ സ്ട്രെങ്ത്ത്, കളർ ടെമ്പറേച്ചർ, കോൺട്രാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ മാറ്റാം. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ അവിടെ ഇവിടെ തന്നെ കേട്ടോ, ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻസ് മാറ്റും. നേരത്തെ നമുക്ക് മേളിൽ പോയിട്ട് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ നോക്കാം ഉണ്ടോ, മേളിൽ പോയിട്ട് നമ്മൾ മാറ്റണം, UHD ഇവിടെയൊക്കെ മാറ്റണം. പക്ഷേ ഇത് നോക്കി ഇവിടെ താഴെ തന്നെ ടാപ്പ് ചെയ്യുക, ഉണ്ട് ഇവിടെ തന്നെ 8K 30 UHD. അത് ഒബ്വിയസ്ലിൻ്റെ അപ്ഡേഷനിൽ വരും, ജസ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ പറയുന്ന കേട്ടോ. ആൻഡ് 8K 30 FPS ഉണ്ട്, UHD at 60 ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് UHD at 60 FPS ഉണ്ട്. അവിടെയും ഫ്രണ്ട് ക്യാമറയിൽ HDR ഉണ്ട്, വിത്ത് HDR ആണ്. വിത്ത് HDR നമുക്ക് UHD at 60 FPS പോകാൻ പറ്റും, വിച്ച് ഈസ് റിയലി നൈസ്. ആൻഡ് അറ്റ് ദ എൻഡ് മോറിനകത്ത് നമുക്ക് പ്രോ മോഡ്, പ്രോ വീഡിയോ മോഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ മേളിൽ കാണുന്ന നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ നമുക്ക് UHD at FHD at 120 വരെ ഓക്കെ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലോഗ് മോഡ് ഓക്കെ ലോഗ് മോഡിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വിച്ച് ഈസ് റിയലി നൈസ്. പിന്നെ നമ്മുടെ നൈറ്റ് മോഡ്, ഫുഡ് മോഡ്, പനോരമ, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ
4K30 ഇല്ലേ, 4K30 FHD30 ഉള്ള വിത്ത് HDR എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോർട്രേറ്റ് വീഡിയോ. ഫ്രണ്ട് ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ UHD30 പോർട്രേറ്റ് വീഡിയോ കിട്ടുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റൈൽസ് എഫക്റ്റ് കൂട്ടാൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഡുവൽ റെക്കോർഡിംഗ്, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡോ, ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഡുവൽ റെക്കോർഡിംഗ്. അതിൻ്റെയാണ് ഓപ്ഷൻസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ് കേട്ടോ. ഫ്രണ്ടും അൾട്രാവൈഡും വേണോ, അതോ ഇനി അൾട്രാവൈഡും വൈഡും മതിയോ, അതോ ഇനി ടെലിഫോട്ടോയും ഫ്രണ്ടും വേണോ, അങ്ങനെയല്ല ഏത് രീതി വേണമെങ്കിൽ നമുക്കത് സ്വിച്ച് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഗോയിങ് ടു ദ ഫൈനൽ. പിന്നെ സിംഗിൾ ടേക്ക് എന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരൊറ്റ ഫോട്ടോ എടുക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള ഒരു കളർ ഫിൽറ്റേഡ് ഫോട്ടോസ്, പിന്നെ അതുപോലെ ചെറിയ ഷോർട്ട് വീഡിയോസ്, അങ്ങനെ എല്ലാം കൂടി ഒരു എടുക്കുന്ന ഒരു ഹോളായിട്ട് സംഭവമാണ് സിംഗിൾ ടേക്ക്. സോ ഇത്രയും ഫീച്ചറാണ് നമ്മുടെ ക്യാമറ UIക്കകത്തുള്ളത്. വേഴ്സസ് നമ്മുടെ OnePlus 13 അത് മാസ്റ്റർ മോഡ്. അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ 0.6x 1x 2x 3x 6x, ഇതിനകത്തൊക്കെ അപ് ടു 10x വരെ പോകാം മാസ്റ്ററിൽ തന്നെ. വീഡിയോയ്ക്കകത്ത് നോക്കിയാൽ സി 8K 30fps 4K at 60, അതും വിത്ത് സ്റ്റെബിലൈസേഷൻ. ഇതിനകത്തും സ്റ്റഡി വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാലും 4K at 60 തന്നെ പോയിട്ട് രണ്ടിലും ഓക്കെയാണ്. രണ്ടിലും HDR ഉണ്ട്. യു ക്യാൻ സി HDR 4K at 60 വിത്ത് സ്റ്റെബിലൈസേഷൻ, രണ്ട് പേർക്കും ഉണ്ട് കേട്ടോ, കൊള്ളാം. ആൻഡ് ഇതിനകത്ത് 0.6x 1x ഉണ്ട്. ഈ രണ്ട് ഓപ്ഷനകത്താണ് നമുക്ക് ഈ മോഡൽ എടുക്കാൻ പറ്റുള്ളൂ. വേഴ്സസ് ഇതിനകത്ത് നോക്കി 1x എടുക്കാം, 2x എടുക്കാം, 6x വരെ 4K 60 HDR വിത്ത് സ്റ്റെബിലൈസേഷൻ എടുക്കാം. ഇതിനകത്ത് രണ്ട് ലെൻസിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഫോട്ടോ 0.6x മുതൽ മാക്സിമം അപ് ടു 120 വരെ പോകും. വേഴ്സസ് നമ്മൾ ഇതിനകത്ത് കണ്ട പോലെ ആകെ 30 വരെ ഉള്ളൂ, യു ക്യാൻ സി. ആൻഡ് ദെൻ പോർട്രേറ്റ് 1x 2x 3x. വേഴ്സസ് അതെനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ഇതായിട്ട് അടിപൊളിയായിട്ട് ഇതിനകത്താണ്. കാരണം 1x 2x 3x 5x വരെ അത് അവർ, പക്ഷേ ഇത് പോർട്രേറ്റ് അത് 1x 2x 3x. വേഴ്സസ് S25 കുറച്ചും കൂടെ അത് മറ്റേ UI വെച്ചിട്ട്, ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് കുറച്ചും കൂടെ കളിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പോൾ അത് കാരണം 1x 2x 3x 5x കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദെൻ മോറിനകത്ത് നൈറ്റ് മോഡ്, ഹൈ റെസൊല്യൂഷൻ, പനോരമിക്, ഫിലിം മോഡ് വെച്ചാൽ പ്രോ വീഡിയോ മോഡാട്ടോ ഫിലിം മോഡ് എന്ന് ഇട്ടേക്കണേ. ഫിലിം മോഡ്. ആൻഡ് ദെൻ ഏതാണുള്ളത്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ലോങ് എക്സ്പോഷർ, ഡുവൽ വ്യൂ വീഡിയോ, ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം, ഡോഗ് സ്കാനർ, ടിൽ ഷിഫ്റ്റ്, എക്സ്പാൻഡ്. ഇത്രയാണ് രണ്ടിൻ്റെയും മോഡ്സ് വരുന്നത്. നെക്സ്റ്റ് ബാറ്ററി നോക്കുകയാണെങ്കിൽ 4000 mAh നമ്മുടെ S25, 6000 mAh OnePlus 13, 100 watt ചാർജിങ് വേഴ്സസ് 25 watt ചാർജിങ്. S25 പ്ലസ് ആണ്, 45 watt സപ്പോർട്ട് ചെയ്യും. ആൻഡ് ദെൻ 15 watt വയർലെസ് ചാർജിങ് വേഴ്സസ് 50 watt വയർലെസ് ചാർജിങ്. ആൻഡ് 5 watt റിവേഴ്സ് ചാർജിങ് വേഴ്സസ് 4.5 watt റിവേഴ്സ് വയർലെസ് ചാർജിങ്. നമ്മുടെ ഗാലക്സി S25 സെയിം സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു ഫോൺ വെച്ച് കമ്പയർ ആയിട്ടുള്ള ഇനിഷ്യൽ ഇംപ്രഷൻസ്. സോ ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവിൻ്റെ ടൈമിൽ പറയാം. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.